നമ്മുടെയൊക്കെ പറമ്പിലും റോഡ് സൈഡിലും കാണുന്ന ഒന്നാണ് തൊട്ടാവാടി. ഒരു പ്രാവശ്യമെങ്കിലും തൊട്ടാവാടി ഒന്ന് തൊട്ട് വാടിക്കാത്തവരായിട്ട് നമ്മൾ ആരും ഉണ്ടാവില്ല. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തൊട്ടാവാടി വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. 100ലധികം കാര്യങ്ങൾ ഈ ഒരു തൊട്ടാവാടിയുടെ ഇല വെച്ച് ചെയ്യാനായിട്ട് കഴിയും. അത്രയ്ക്കേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഈ ഒരു ചെടി വന്നിട്ട് സമൂലം നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. അതായത് വേര് മുതൽ ഇല വരെ ഔഷധ ഗുണമുള്ളതാണെന്ന് അർത്ഥം. തൊട്ടാവാടി ചെടി ഉപയോഗിച്ചിട്ട് അതായത് ഇല മുതൽ വേര് വരെ നല്ലതുപോലെ അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് കഞ്ഞി തയ്യാറാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കർക്കിടക മാസത്തിലാണെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് പേര് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് തൊട്ടാവാടി ഉപയോഗിച്ചിട്ട് കഞ്ഞി വെക്കുന്ന ആ ഒരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ബാക്കി കുറച്ച് ടിപ്പുകളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 1-2 മൂട് തൊട്ടാവാടി പുഴുത് കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ടിപ്പുകളൊക്കെ ചെയ്യാനായിട്ട്. തൊട്ടാവാടി പുഴുകുന്ന സമയത്ത് കയ്യിലൊക്കെ മുള്ള കൊള്ളാണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഇലകൾ നമുക്ക് പറിച്ചെടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. പൊടികളും പ്രാണികളും ഒന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ നമ്മളിപ്പം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന തൊട്ടാവാടിയുടെ ഇലയും കുറച്ച് സവാളയും കൂടെ ഒരുമിച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ തൊട്ടാവാടിയുടെ ഇല ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു താറാമുട്ടയും പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ വീട്ടിൽ ഓംലെറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ മസാലകളാണോ നിങ്ങൾ ചേർക്കുന്നത് അതൊക്കെ ചേർത്ത് അഡീഷണലായിട്ട് നമ്മളിതിലേക്ക് തൊട്ടാവാടിയുടെ ഇല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ചൂടുള്ള പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കൂ. നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെച്ച് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പൈൽസിനൊക്കെ നല്ലൊരു ആശ്വാസമാണ്. മലബന്ധമൊക്കെ ഉള്ളവർ രാത്രിയിൽ ഇതുപോലൊരു ഓംലെറ്റൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ. ബുദ്ധിമുട്ടുള്ളവരൊന്ന് ചെയ്തു നോക്കൂ. അടുത്ത ടിപ്പ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് തൊട്ടാവാടിയുടെ ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറമ്പിലൊക്കെയുള്ള തൊട്ടാവാടിയുടെ 1-2 ഇലയെടുത്ത് നല്ലതുപോലെ ചതച്ചിട്ട് അതിൻ്റെ നീര് നിങ്ങൾ ആ ഒരു മുറിവുള്ള ഭാഗത്തുനിന്ന് ഇറ്റിച്ചു കൊടുത്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലഡ് വരുന്നത് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീര് നമ്മൾ ഇതുപോലെ മുറിവ് ഉണങ്ങാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പം കളിച്ചിട്ട് ചെറിയ മുറിവൊക്കെ വരുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീര് ഏറ്റി കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊട്ടാവാടി ചെടിയുടെ ഇലയുടെ നീരാണ് കേട്ടോ മുറിവിൽ ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ആ മുറിവ് നല്ലപോലെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ പ്രാണികൾ കടിച്ചിട്ടുണ്ടാകുന്ന തടിപ്പ്, നീറ്റൽ, ആ ഒരു വേദനയൊക്കെ മാറാനായിട്ടും ഈ ഒരു ഇലയുടെ നീര് നല്ലതാണ് കേട്ടോ. അടുത്ത ടിപ്പ് നമ്മൾ കുറച്ച് തൊട്ടാവാടിയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല കേട്ടോ. ഇനി നമുക്കൊരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട കേട്ടോ. ഒന്ന് ചതച്ച് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ കുത്തി ചതച്ച് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നല്ല അടി കട്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു എണ്ണ നമ്മൾ കാച്ചിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഇത് നമുക്ക് സ്കിന്നിലൊക്കെ തേക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 50 ഗ്രാമോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഒരു തൊട്ടാവാടിയുടെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കേണ്ടത്. എണ്ണയുടെ പരുവം അറിയാനായിട്ട് നമ്മൾ ആ ഒരു തൊട്ടാവാടിയുടെ ഇലയെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെരടി നോക്കുമ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം, പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. അതാണ് ആ ഒരു എണ്ണയുടെ പരുവം. ഇനി എണ്ണ ഒന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന ഏത് അലർജിയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഒക്കെ മാറാനായിട്ട് ഈ ഒരു എണ്ണ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ പൊരിച്ചിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു എണ്ണ അടുപ്പിച്ച് നിങ്ങളൊരു മാസമൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഹോം റെമഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് തണുപ്പ് കാലമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ട് പൊട്ടുക, സ്കിന്നൊക്കെ ഒരുമാതിരി ഡ്രൈ ആവുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് തൊട്ടാവാടിയുടെ ഇലയൊക്കെ ഇട്ട് എണ്ണ കാച്ചിട്ട് നമ്മൾ ശരീരത്തിലൊന്ന് തേച്ച് വെക്കും. നല്ലൊരു തിളക്കം കിട്ടും. ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഈ ഒരെണ്ണ തേച്ച് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കടലമാവോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. സോപ്പ് ഉപയോഗിക്കേണ്ട കേട്ടോ ഡ്രൈ സ്കിന്നുള്ളവരൊക്കെ. ഇനി നമുക്ക് എണ്ണ കാച്ചിയെടുത്ത ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, ആ ഒരു ഇലയൊക്കെ നമുക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്.
ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതേ നമ്മൾ കുറച്ച് തൊട്ടാവാടിയുടെ ഇല എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ കഴുകി പ്രാണികളും പൊടികളും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തൊട്ടാവാടിയുടെ ഇളം തണ്ടും കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഞാനിപ്പം കയ്യിൽ മുള്ളു കൊള്ളുമെന്ന് ഭയന്നിട്ടാണ് കേട്ടോ എടുക്കാത്തത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു 5-6 ദിവസം നമുക്ക് തണലിൽ വെച്ച് വേണം കേട്ടോ ഉണക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കിയെടുക്കരുത്. നല്ലപോലെ തണലത്ത് വെച്ച് ഒരു 4-5 ദിവസമെങ്കിലും വേണ്ടിവരും ഉണക്കിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഇല മാത്രം നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും. ഇപ്പം ഞാനിത് ഒരു 6-7 ദിവസം തണലിൽ വെച്ച് ഉണക്കിയെടുത്തതാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് ഒരു ബോക്സിലാക്കിയിട്ട് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം കുറച്ചെടുത്ത് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് മൊത്തവും കൂടെ നല്ലതുപോലെ പൊടിച്ച് അരിച്ചാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്താണോ പൊടിക്കാൻ ഉപയോഗിക്കുന്നത് അതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളനനവില്ലാത്ത ജാറിലിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എന്തും നമുക്ക് വളരെ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. വളരെ കുറച്ച് സാധനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു പൊടിയുടെ ഉപയോഗം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു ചുമയ്ക്കുള്ള ഹോം റെമഡിയാണ് കേട്ടോ. എത്ര കാലം പഴക്കമുള്ള ചുമയാണെങ്കിലും ഈ ഒരു പൊടിയിൽ നിന്ന് 1/4 ടേബിൾ സ്പൂണോളം എടുത്ത് നല്ല മായമില്ലാത്ത കുറച്ച് തേനും കൂടെ ചേർത്ത് ചാലിച്ച് നിങ്ങൾ വെറും വയറ്റിലൊന്ന് കഴിച്ച് നോക്കുക. ഒരാഴ്ച നിങ്ങളൊന്ന് അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുമ പിടിച്ച് കെട്ടിയതുപോലെ നിൽക്കും കേട്ടോ. 3 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഒട്ടും തന്നെ വിട്ടുമാറാത്ത കുത്തിയുള്ള ചുമയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 നേരം വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ഒരു റിസൾട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പം വിപണിയിൽ കിട്ടുന്ന പല ചുമയുടെ മരുന്നുകളും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എന്തിനേറെ പറയുന്ന മരണത്തിന് വരെ കാരണമാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസുകളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു പനിയോ ചുമയോ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ടാറ്റാ, ബൈ ബൈ.